ഒരു സർക്കാർ തുടങ്ങിയത് മറ്റൊരു സർക്കാർ മുടക്കില്ല എന്ന് സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് കെ-റെയിൽ എന്ന പദ്ധതി നമ്മളെ കേരളത്തിന് പറ്റില്ല എന്ന് പറഞ്ഞ് അതവിടെ ക്ലോസ് ചെയ്തത്? എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ LDF സർക്കാർ കുറേ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഇലക്ഷൻ അവർ തോറ്റെങ്കിലും അവർ 10 വർഷം നമ്മളെ കേരളം നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. അതായത് ഇവർ ഭരിച്ചിരുന്ന കാലത്ത്, അതായത് UDFൻ്റെ കാലത്ത് ഹൈവേ പോസിബിൾ അല്ല എന്ന് പറഞ്ഞ് എഴുതി ക്ലോസ് ചെയ്തത് LDF സർക്കാർ വന്ന് അത് ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കി. അതുപോലെ സ്കൂളുകൾ UDF കാലഘട്ടത്ത് ലാഭകരമല്ലെന്ന് പറഞ്ഞ് കുറേ സ്കൂളുകൾ പൂട്ടാനിരുന്നതാണ്. ആ സ്കൂളൊന്നും പൂട്ടിയില്ലെന്ന് മാത്രമല്ല, ആ സ്കൂളൊക്കെ ഹൈടെക് ആക്കി ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കാൻ LDF സർക്കാരിന് പറ്റിയിട്ടുണ്ട്. അവർ ഈ ഇലക്ഷന് തോറ്റത് അവർ വികസനം കൊണ്ടുവരാത്തതുകൊണ്ടല്ല. ഉറപ്പായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടുള്ള ജനങ്ങളുടെ ദേഷ്യം അല്ലെങ്കിൽ രോഷമാണ് ഈ വർഷത്തെ ഇലക്ഷനിൽ LDFന് തിരിച്ചടിയായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പുള്ളിക്കാരൻ്റെ മണ്ഡലത്തിൽ തന്നെ പുള്ളിക്കാരൻ പിന്നിലേക്ക് പോയി. അപ്പോൾ തന്നെ മനസ്സിലാവും ജനങ്ങൾക്ക് പുള്ളിക്കാരനുള്ളൊരു ദേഷ്യം. പിന്നെ പുള്ളിക്കാരൻ പോലീസ് കൺട്രോളിങ് കൊണ്ട് നടക്കുന്നതും പോലീസിൻ്റെ ആ സമയത്തുള്ള പെരുമാറ്റങ്ങളൊന്നും കുറേ പേർക്ക് ദഹിക്കില്ല. അതുകൊണ്ടൊക്കെയാണ് LDF സർക്കാർ ഈ വർഷം നിലം തൊടാതെ പൊട്ടിയത്, അല്ലാതെ അവർ വികസനം ചെയ്യാത്തത് കൊണ്ടല്ല. പക്ഷേ UDF ഇപ്പോൾ നോക്കിയാണ് കെ-റെയിൽ എന്ന് പറഞ്ഞ പദ്ധതി പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തു. ഈ പദ്ധതി കൊണ്ട് ഏറ്റവും അധികം ഉപകാരമുള്ള ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാസർഗോഡും തിരുവനന്തപുരത്ത് വരുന്നവർക്കും, അതുപോലെ അങ്ങ് ദൂരെ കണ്ണൂരും തിരുവനന്തപുരത്ത് വരുന്നവർക്ക്, അങ്ങനെ ചിലവർക്ക് ചില എക്സാം എഴുതാനും ചില ജോലി സാഹചര്യമായി ഇവിടെ കിട്ടുന്നവർക്കൊക്കെ വരാൻ ഈ കെ-റെയിൽ പദ്ധതി വളരെ ഉപകാരമാണ്. കാരണം ഇപ്പോൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് നമ്മൾ കാസർഗോഡ് പോകാൻ വേണ്ടി ഏകദേശം എങ്ങനെ പോയാലും ഒരു ദിവസമൊക്കെ എടുക്കുന്ന സമയമുണ്ട് ട്രെയിനിൽ. ഈ മാവേലി എക്സ്പ്രസ് പോലത്തെ ട്രെയിനൊക്കെ ആണെങ്കിൽ നമ്മളിവിടുന്ന് 7 മണിക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു വെളുപ്പിന് ഒരു 3-4 മണിയൊക്കെ ആകുമ്പം, അല്ലെങ്കിൽ 5 മണിയൊക്കെ ആകുമ്പോൾ അങ്ങ് എത്തത്തുള്ളൂ. അപ്പോൾ അത്രയും സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കെ-റെയിൽ പദ്ധതിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വളരെയധികം ഈസിയായിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എത്താൻ പറ്റും. ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം പോകാൻ ഏകദേശം ഒരു 4 മണിക്കൂറൊന്ന് കൂട്ടിക്കോ, ചില സമയത്ത് 4.5 മണിക്കൂർ എടുക്കുന്നുണ്ട്. ഈ കെ-റെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 1/2 മണിക്കൂർ കൊണ്ടൊക്കെ പോയി വരാൻ പറ്റും. കാരണം അത്രയ്ക്കധികം ഫാസ്റ്റാണ് ഈ ട്രെയിൻ. പക്ഷേ എന്തുകൊണ്ട് പിന്നെ സർക്കാർ ഈ പദ്ധതി ക്ലോസ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു ചോദ്യം. സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രോജക്റ്റ് നമ്മൾ ഒരിക്കലും ക്ലോസ് ചെയ്യില്ല, നമ്മളത് ഏറ്റെടുത്ത് ചെയ്യും. അല്ല, അങ്ങനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് നമ്മളെ സ്റ്റേറ്റിനെ ബാധിക്കും, സ്റ്റേറ്റിൻ്റെ വികസനത്തെ ബാധിക്കും എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ തന്നെ ഈ പദ്ധതി ക്ലോസ് ചെയ്തു. പിന്നെ ലൈഫ് മിഷൻ അതിപ്പോൾ ക്ലോസ് ചെയ്യാൻ പോകുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അതൊക്കെ വളരെയധികം വീടില്ലാത്തവർക്ക് എന്തുമാത്രം വീടാണ് ആ പദ്ധതിയുടെ കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ UDF സർക്കാർ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് UDF സർക്കാർ കേരളത്തെ മുടിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അതായത് ഇപ്പം KSRTCയിൽ സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര കൊടുക്കുകയാണ്. അപ്പം തന്നെ വന്നൊരു നഷ്ടം വരും. ഇവർക്ക് പറ്റാത്ത കാര്യങ്ങൾ കുറേ കയറി തള്ളി മറിച്ച് നമ്മളെ കേരളത്തിനെ മുടിപ്പിക്കാനാണോ? അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു വികസനങ്ങളൊക്കെ നിങ്ങൾ കാഴ്ചവെക്കൂ. നിങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളാണ് കൊണ്ടുവന്നത്. പക്ഷേ നിങ്ങൾ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ എല്ലാം കുറ്റിയിട്ടിട്ട് പോവുകയുള്ളൂ, ഒന്നും പൂർത്തീകരിച്ചിട്ട് പോവില്ല. അതൊക്കെ LDF സർക്കാരാണ് ഏറ്റെടുത്ത് ചെയ്തത്. ഞാൻ ഒരു പാർട്ടിയിലുള്ള ആളല്ല, എന്നാലും ഞാൻ പറയുകയാണ്, സത്യസത്യമായിട്ട് പറയുകയാണെങ്കിൽ LDF സർക്കാർ അത്യാവശ്യം അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നുണ്ട്. അതായത് UDF സർക്കാരിനെ പോലെ പകുതി ഇട്ടിട്ട് പോകുന്നില്ല. ഈ കെ-റെയിൽ എന്ന് പറഞ്ഞ പദ്ധതി നമ്മളെ കേരളത്തിലെ ഏറ്റവും അത്യാവശ്യമായ ഒരു പദ്ധതിയായിരുന്നു. അതിപ്പം കേരളത്തിൽ ഇല്ലാതാക്കി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ കേരളം ഇനി എങ്ങോട്ടാണ് പോകുന്നത്. ഇനി 5 വർഷങ്ങളിൽ ഇവർ എന്തെങ്കിലും പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് നമ്മളെ കേരളത്തിനെ മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ അത് ഇനിയും താഴോട്ട് പോവുകയാണെങ്കിൽ ഒരു ഐഡിയയും ഇല്ല. ഇനി നിങ്ങൾ പറയൂ, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവുന്നു? അതായത് നമ്മൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു വികസനം ഒരു പൂർത്തീകരിച്ച് കാണിക്കണം. അല്ലാതെ എന്താണ് എല്ലാ യാത്രയും സൗജന്യം, ആൾക്കാർക്ക് കൂടെ പണം വാരി കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കേരളം താഴോട്ട് പോവുകയുള്ളൂ. അല്ലാതെ അത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് ചെയ്യുക. ഈ ക്ലോസ് ചെയ്ത പദ്ധതി ഇവർ റീ ആയിട്ട് ചെയ്ത് എടുത്ത് പൂർത്തീകരിച്ച് കാണിക്കുക. കാരണം ഇതൊക്കെ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് നമ്മളെ സ്റ്റേറ്റിന്. അതായത് പെട്ടെന്ന് ഒരു സ്ഥലത്ത് എത്താൻ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ മുടക്കിയിട്ട് ഇവർ എന്താണ് നേടുന്നത്? എൻ്റെ ഒരു സംശയം പറയാനാണെങ്കിൽ ഇവർ ഈ വർഷം തീരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു പുതിയ പദ്ധതി കൊണ്ട് കാണിച്ച് തരണം. അല്ലാതെ മറ്റ് സർക്കാർ കൊണ്ടുവന്ന നല്ല പദ്ധതികൾ ക്യാൻസൽ ചെയ്ത് നമ്മളെ സ്റ്റേറ്റിനെ തുലയ്ക്കരുത്. KSRTCക്ക് ഇപ്പോൾ സൗജന്യമായിട്ട് കൊടുത്ത് വലിയ കോടി നഷ്ടം ഉണ്ടാക്കി വെക്കുകയാണ്. ഇപ്പോൾ ഏതോ ഒരു ന്യൂസ് ഞാൻ കണ്ട്, നല്ല 225 കോടിയുടെ ലാഭം കിട്ടിയെന്ന് KSRTCക്ക്. ഇനിയിപ്പോൾ ഇവർ വന്ന് സൗജന്യമാക്കുമ്പോൾ എന്താണെന്നൊരു ഐഡിയയും ഇല്ല. എന്തായാലും കേരളം വളരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെടാതെ ഇതിലൊന്ന് മോശമായി കമൻറ്റ് ചെയ്യും, നീ ആടെ ഇതൊക്കെ പറയാനെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവന്മാർക്ക് തലയിൽ കളിമണ്ണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.